പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോഫി മേക്കറും അതുപോലെ എഗ് ബീറ്ററും ഒന്നുമില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് സിമ്പിളായിട്ട് നല്ല ഒരു കപ്പുച്ചീനോ കോഫി പോലത്തെ നല്ലൊരു കോഫി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 4 ടീസ്പൂൺ പാൽപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഒരു 2 ടീസ്പൂൺ ചുടുവെള്ളം ചേർത്ത് നമ്മുടെ മിക്സിയിലാക്കി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായി അടിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി മിക്സിയിൽ അടിച്ച് പതപ്പിച്ചെടുക്കുക. മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോഫി നല്ല പതച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഫി മേക്കറോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്കും നല്ല അടിപൊളിയായിട്ട് കോഫി പതപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് ചായക്കടിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ 6 ബ്രെഡ് കഷ്ണങ്ങളും 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട നമ്മൾ മിക്സിയിൽ അടിച്ച് പതപ്പിക്കുകയോ അല്ലെങ്കിൽ വിസ്ക് വെച്ച് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ പൊട്ടിച്ചെടുത്ത ഈ മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് എടുക്കുക. അങ്ങനെ മുട്ട നമ്മൾ നന്നായി യോജിപ്പിച്ചെടുത്ത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് മതി. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ 3 കഷ്ണം ബ്രെഡ്, നമ്മൾ 6 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, അതിൽ 3 കഷ്ണം ബ്രെഡ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ എടുത്തു വെച്ച 3 കഷ്ണം ബ്രെഡും അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. വലിയ ഒരു സംഭവമായിട്ടുള്ള ഒരു പരീക്ഷണമൊന്നുമല്ല. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ആണ് ഞാൻ കാണിച്ചു തന്നത്. അല്ലാതെ ഇത് വലിയ പാചകത്തിൽ വലിയ കഴിവുള്ള ഒരാളുടെ ഇതാണെന്ന് കാണരുത്. ഇനി നമുക്കിതൊരല്പനേരം അടച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബ്രെഡ് ഒരു ഭാഗം ശരിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൻ്റെ മുകളിൽ കമഴ്ത്തി നേരെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്നും വൃത്തികേടാവാതെ ശരിക്ക് മറിഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് എമൗണ്ട് ഒഴിച്ചാൽ മതി. നമ്മുടെ ബ്രെഡും കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ കോഫിയും ഈ ഒരു ബ്രെഡ് പൊരിച്ചതും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.